ഹലോ എവ്രി വൺ, വെൽക്കം ടു സാലാസ് ലോ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഇസ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനായിക്കോട്ടെ, നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ ഒരു 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ പ്രിയാമ്പിൾ. അപ്പോൾ പ്രിയാമ്പിളിൻ്റെ ഡെപ്തിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചിലപ്പോൾ ഈ NCERT ടെക്സ്റ്റ് ബുക്സിൻ്റെ ഒക്കെ ഫ്രണ്ട് സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തുറക്കുമ്പോൾ യു ക്യാൻ സീ ദ ഫസ്റ്റ് പേജ് വിച്ച് സേസ് ദ പ്രിയാമ്പിൾ അല്ലേ. വാട്ട് ദിസ് ദ പ്രിയാമ്പിൾ മീൻസ്? ഓക്കെ, ഇപ്പം നമ്മൾ റാൻഡമായിട്ട് യു ടേക്ക് എനി ബുക്ക്, യു ക്യാൻ സീ എൻ ഇൻട്രഡക്ഷൻ ടു ദാറ്റ് ബുക്ക്. ഓൾ റൈറ്റ് അല്ലേ? ഏതൊരു പുസ്തകം എടുക്കുകയാണെങ്കിലും ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ആമുഖം. എന്താണ് അതിൽ പറയുന്നത്? ആ പുസ്തകത്തിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് അതിലുള്ളത്, അതിൻ്റെ ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു ബ്രീഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസെൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക. അതിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല, ജസ്റ്റ് ഒരു ഹിൻറ്റ് നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഒരു ഐഡിയ ഇറ്റ് വിൽ ഗിവ് അല്ലേ. ഒന്ന് പിച്ച് ചെയ്യും വാട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ദെയർ ഇൻസൈഡ് എന്നുള്ളത്. സിമിലർലി വെൻ വി കം ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഈസ് എൻ ഇൻട്രൊഡക്ഷൻ. ഇറ്റ് ഗീവ്സ്, എന്താണ് അതിൽ കൊടുക്കുന്നത്, ബേസിക്കലി എന്താണത് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്ന ഇത്രയും വലിയ സുപ്രീം ഡോക്യുമെൻറ്റ് ഓഫ് ദ കൺട്രി അല്ലേ, രാജ്യത്തെ ഏറ്റവും ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ആണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓൾ റൈറ്റ്, കുറഞ്ഞ വാക്കുകളിലുള്ള ചെറിയൊരു പാരഗ്രാഫാണ്, നിങ്ങൾ ചെറിയൊരു ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് വാക്കുകളെ അതിലുള്ളൂ. പക്ഷേ പ്ലീസ് റിമെമ്പർ, each and every word in the preamble is very, very, very important. അതിൽ നിന്ന് ഓരോ വാക്കുന്നാണ് യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ്. ഓൾ റൈറ്റ്, അപ്പം വളരെ ചുരുങ്ങിയ രീതിയിൽ സിംപ്ലിഫൈ ആയിട്ട് കുറച്ച് സമയം കൊണ്ട് ഐ എം ഗോയിങ് ടു ടേക്ക് പ്രിയാമ്പിൾ ഫോർ യു. ഓൾ റൈറ്റ്, അപ്പോൾ ആദ്യം തന്നെ പ്രിയാമ്പിൾ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം എ വേർഡ് വിച്ച് ഇസ് കോൾഡ് പ്രിയാമ്പുലസ് എന്നുള്ള വാക്കിൽ നിന്നാണ് പ്രിയാമ്പിൾ എന്നുള്ള ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ വെരി ബ്രീഫ് ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ഗിവ് യു അബൌട്ട്, ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഓക്കെ, അപ്പം ഈ ഒരു പ്രിയാമ്പിൾ നമ്മൾ ഇനാക്ട് ചെയ്യുന്നത് ആഫ്റ്റർ ദ ഹോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇനാക്റ്റഡ്. മൊത്തം ഭരണഘടന ഇനാക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രിയാമ്പിൾ ഇനാക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രിയാമ്പിൾ ഒരു കുറച്ച് വാക്കുകളുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫാണെന്ന് പറഞ്ഞു. ഈ പാരഗ്രാഫിനെ നമ്മൾ കീറി മുറിച്ച് നോക്കുമ്പോൾ ഇത് 4 സ്റ്റേജുകളിൽ, അതായത് ഓർഡറിൽ, ഇപ്പം ഞാനിവിടെ ഇട്ടിരിക്കുന്ന 1, 2, 3, 4 എന്ന് പറഞ്ഞ ഓർഡറിൽ 4 കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ആ പ്രിയാമ്പിൾ വായിച്ച് തുടങ്ങുമ്പം ആ തുടക്കത്തിൽ നിങ്ങൾക്ക് പ്രിയാമ്പിൾ എന്താണ് പറയുന്നത്? സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്? ഹൂ മെയ്ഡ് ഇറ്റ്? ദ സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുക. വെൻ യു റീഡ് ഇറ്റ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് സോളംലി റിസോൾവ് ടു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പോൾ തുടക്കം, ദ സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്നത്, ഉറവിടം. ഹൂ മെയ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ് ഇന്ത്യക്ക് ഈ ഭരണഘടന ഉണ്ടാക്കിയത്? ഹൂ മെയ്ഡ് ഇറ്റ്? അത് നിങ്ങൾക്ക് പ്രിയാമ്പിളിലെ തുടക്കത്തിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ പ്രിയാമ്പിൾ ഇങ്ങനെ വായിച്ച് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് സോളംലി റിസോൾവ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് യു ക്യാൻ സീ ദ നേച്ചർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനത്തെ, ഏത് സ്വഭാവമുള്ള രാജ്യമാണ്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് അടുത്ത് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ രണ്ടാമത് കാണാൻ പറ്റും. കുറച്ച് താഴോട്ട് നിങ്ങൾ അത് വായിച്ച നേച്ചർ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ്, എന്താണ് ഈ ഭരണഘടന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ദ കൺട്രി ഈസ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് കൊണ്ട് നമ്മളെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്നാണ് നമുക്ക് ആ മൂന്നാമത്തെ ഭാഗം കീറി മുറിച്ച് നമ്മൾ ആദ്യം യു ക്യാൻ സീ ദ സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ യു ക്യാൻ സീ ദ നേച്ചർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്, ദെൻ യു ക്യാൻ സീ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പർപ്പസ് ബിഹൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് കാണാൻ പറ്റും. ഇങ്ങനെ വെറും ഈ 4 കാര്യങ്ങളെ പറ്റിയ ഭരണഘടന പറയുന്നുള്ളൂ. ഓൾ റൈറ്റ്, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഹൂ ഡ്രാഫ്റ്റഡ് ദിസ്? ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മൾ ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിസംബർ 13, 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യമാണ് പ്രിയാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പ്രിയാമ്പിൾ വേണം എന്നുള്ളത്. അങ്ങനെയാണ് രാജ്യത്ത് പ്രിയാമ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു
പ്രിയാമ്പിൾ വരുന്നത്. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് December 13, 1946 പിന്നെ അത് അസംബ്ലി ഡിസ്കഷനൊക്കെ കഴിഞ്ഞത് അഡോപ്റ്റ് ചെയ്യുന്നത് 22nd of January 1947. ഓൾറൈറ്റ്, അപ്പോൾ ജവഹർലാൽ നെഹ്റു മറക്കരുത്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഉള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രിയാമ്പിളിന് പല പേരുകളും പല ആളുകളും കൊടുത്തിട്ടുണ്ട്. പ്രിയാമ്പിൾ ഈസ് ഓൾസോ നോൺ ആസ് ദ സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ സോൾ, ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് താക്കൂർദാസ് ഭാർഗവ്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ പ്രിയാമ്പിൾ ഇസ് ദ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നാനി പൽക്കിവാല. ആൻഡ് പ്രിയാമ്പിൾ ഇസ് ദ കീ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലേക്കുള്ള ഒരു താക്കോൽ അല്ലെങ്കിൽ കീ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏർണസ്റ്റ് ബാർക്കർ. ആൻഡ് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് KM മുൻഷിയാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പാണ് പ്രിയാമ്പിൾ എന്നുള്ളത്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ളവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നൗ പ്രിയാമ്പിൾ എത്ര തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പ്രിയാമ്പിളിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒറ്റ തവണ മാത്രമേ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വാക്കുകളാണ് പ്രിയാമ്പിളിൽ ഉള്ളത്, അപ്പം നമ്മൾ പഠിക്കും. അപ്പോൾ ആ വാക്കുകളിൽ 3 വാക്കുകളിൽ നമ്മൾ ആഡ് ചെയ്തു. 42nd അമെൻമെൻറ്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അമെൻമെൻ്റ് ആണ് ഈ 42nd അമെൻമെൻറ്റ്. അപ്പോൾ ഈ അമെൻമെൻറ്റിൽ 3 വാക്കുകളാണ്, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇങ്ങനെ ഈ 3 വാക്കുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോരോ ഘട്ടങ്ങളിലോട്ട് പോവുകയാണ്, ഓരോരോ കാര്യങ്ങൾ പറയുന്നതിൽ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ സോഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ആരാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ ഭരണഘടനയ്ക്ക് എവിടെ നിന്നാണ് ഈ പവർ കിട്ടുന്നത്? ഓക്കെ, സോ as you know, the constitution starts like this: we the people of India. We the people of India. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയാണ്. Alright, so we the people of India emphasizes, what does it mean? That the constitution is made by and for the Indian people and it is not given to them by any outside power. ഞങ്ങൾക്ക് ഔട്ട്സൈഡിലുള്ള ഒരു പവറും ആരും കൊണ്ടു തന്നതല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങൾ തന്നെ, ഇന്ത്യൻ ജനതയായ ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓൾറൈറ്റ്, അപ്പം ആരാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഭരണഘടന തന്നെ പറയുന്നുണ്ട്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് ഈ പവർ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ് ഇറ്റ്സ് പവർ ഫ്രം ദ പീപ്പിൾ ഓഫ് ദ നേഷൻ. രാജ്യത്തെ ജനങ്ങളിൽ നിന്നാണ്. കാരണം ഇത്രയും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പവർഫുൾ ഡോക്യുമെൻറ്റിന് എവിടെ നിന്നാണ് ഇത്രയും പവർ കിട്ടുന്നത്? ഫ്രം ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. ഓൾറൈറ്റ്, നൗ നെക്സ്റ്റ് നമ്മൾ വി ദ പീപ്പിൾ കഴിഞ്ഞിട്ട് നൗ വെൻ യു കം ഡൗൺ യു ക്യാൻ സീ ദ നേച്ചർ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനത്തെ ഒരു രാജ്യമാണ്, എങ്ങനത്തെ ഒരു സ്വഭാവമുള്ള രാജ്യമാണ് എന്നുള്ളത് കുറച്ച് വാക്കുകളിലൂടെ ഭരണഘടന പറയുന്നുണ്ട്. ദ ഫസ്റ്റ് ഈസ് സോവറീൻ. സോവറീൻ മീൻസ് ഇന്ത്യ ഈസ് എക്സ്റ്റേണലി ഫ്രീ ഫ്രം, ഇന്റേണലി ആയിക്കോട്ടെ എക്സ്റ്റേണലി ആയിക്കോട്ടെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം എനി എക്സ്റ്റേണൽ പവർ. ഏതൊരു എക്സ്റ്റേണൽ പവറിൽ നിന്നും നമ്മൾ ഫ്രീ ആണ്. മുന്നേ നമുക്ക് ഒരു ബ്രിട്ടീഷ് പവർ ഉണ്ടായിരുന്നു, അല്ലെ, ദേ വർ കൺട്രോളിങ് അസ്. ഇപ്പം ഭരണഘടനയോടുകൂടി ഇന്ത്യ ഹാസ് ബിക്കം ദ റിപ്പബ്ലിക്, വിച്ച് മീൻസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മൾ അതിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ നമ്മൾ ഇലക്ട് ചെയ്യാണ്, പ്രസിഡന്റിനെ നമ്മൾ ഇലക്ട് ചെയ്യാണ്, അല്ലെ. ഒരു ഹെറിഡിറ്ററി ആയിട്ട് UK പോലെ ഹെറിഡിറ്ററി ആയിട്ടൊന്നല്ല പോകുന്നത്. ഓൾറൈറ്റ്, അപ്പം നേച്ചർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വി ആർ എക്സ്റ്റേണലി ഫ്രീ ഫ്രം ദ കൺട്രോൾ ഓഫ് എനി ഫോറിൻ പവർ. ഒരു ഫോറിൻ പവറിൻ്റെ കൺട്രോളിലല്ല നമ്മൾ. വി ആർ കംപ്ലീറ്റ്ലി ഫ്രീ. നമ്മൾ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിലും ഇന്റേണലി വരികയാണെങ്കിലും വി ഹാവ് എ ഗവൺമെൻറ്, അല്ലെ. ഗവൺമെൻറ് എങ്ങനത്തെ ഗവൺമെൻറ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്? ജനങ്ങൾ ഇലക്ട് ചെയ്തുകൊണ്ട്, അല്ലെ, ഡയറക്റ്റ്ലി ഇലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ആണ് നമുക്കുള്ളത്. അല്ലാതെ നോ എക്സ്റ്റേണൽ പവർ ക്യാൻ ഡിക്റ്റേറ്റ്, അല്ലെ. നമ്മൾ തന്നെ വോട്ട് ചെയ്യുന്നു, 18+ ആയിക്കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴി വോട്ട് ചെയ്യുന്നു, റെപ്രസെൻറ്റേറ്റീവ് സെലക്ട് ചെയ്യുന്നു, ദേ ആർ റൂളിങ് അസ്, റൈറ്റ്. അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് സോവറീൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, നൗ വാട്ട് ഇസ് സോഷ്യലിസ്റ്റ്? സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു ഒറ്റ തവണ മാത്രമേ ഭരണഘടന ഭേദഗതി വരുത്തിയിട്ടുള്ളൂ വെൻ ഇറ്റ് കംസ് ടു പ്രിയാമ്പിൾ. അതിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് 42ാമത്തെ അമെൻമെൻറ്റിൽ. ഇന്ദിരാഗാന്ധിയുടെ ഭരണ സമയത്താണ് 42ാമത്തെ അമെൻമെൻറ്റ്. അപ്പോൾ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ സോഷ്യലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ രാജ്യം സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് സ്റ്റേറ്റിന് സിറ്റിസൻസിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
ഓക്കെ, എങ്ങനത്തതാണ്? ഫോർ ഇറ്റ്സ് വെൽഫെയർ. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ അബോളിഷ് ചെയ്യുക, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ നാഷണലൈസ് ചെയ്യുക, റിച്ചും പുവറും തമ്മിലുള്ള ഗ്യാപ്പുകൾ കുറയ്ക്കുക, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ഇങ്ങനെയാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, നൗ സെക്യുലർ. സെക്യുലർ എന്ന് പറയുന്ന വാക്കും 42ാമത്തെ അമെൻമെന്റിലൂടെ ആഡ് ചെയ്തതാണ്. ഇപ്പൊ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഈ രണ്ട് വാക്കും ഭരണഘടന തുടക്കത്തിൽ വന്ന സമയത്ത് പ്രിയാമ്പിളിൽ ഇല്ലായിരുന്നു. 42ാമത്തെ അമെൻമെന്റിലൂടെ നമ്മൾ ആഡ് ചെയ്തതാ. ഇനി ഒരു വേർഡും കൂടി ഉണ്ട്, ഐ വിൽ കം ടു ദാറ്റ്, കുറച്ച് കഴിഞ്ഞിട്ടാണത്. സോ വാട്ട് ഡസ് സെക്യുലർ മീൻസ്? സെക്യുലർ മീൻസ് സ്റ്റേറ്റ് ഡസ് നോട്ട് ഹാവ് എനി റിലീജിയൻ ഓൺ ഇറ്റ്സ് ഓൺ. സ്വന്തമായിട്ട് ഏതെങ്കിലും റിലീജിയൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഓൾ റിലീജിയൻസ് ആർ ഈക്വൽ. എല്ലാ റിലീജിയൻസും എന്താണ്? ഈക്വൽ ആണ്. സ്റ്റേറ്റിന് മുന്നിൽ എവറി റിലീജിയൻ ഇസ് ഈക്വൽ. സ്റ്റേറ്റിന് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. ഓക്കെ, അതാണ് 42nd അമെൻമെന്റിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത സെക്യുലർ എന്ന് പറയുന്ന വാക്കിൽ ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ്, അല്ലെ, ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. ഈ ഗവൺമെന്റ് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഫ്രം ദ വിൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഈ ഗവൺമെന്റിനെ, അല്ലെ, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ഗവൺമെന്റിനെ. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫോം ഓഫ് ഗവൺമെന്റ് വിച്ച് ഗെറ്റ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ വിൽ ഓഫ് ദ പീപ്പിൾ. ആളുകളാണ് തീരുമാനിക്കുന്നത്, അല്ലെ, ഹൂ ടു റൂളേഴ്സ് എന്നുള്ളത്. ഓൾറൈറ്റ്, നൗ ദ ഫൈനൽ വേർഡ് ഈസ് ദ റിപ്പബ്ലിക്. നേച്ചറിനെ പറ്റി പറയുന്ന സോവറീൻ നമ്മൾ നോക്കി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, 4 വാക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് വാക്ക് റിപ്പബ്ലിക് ആണ്. റിപ്പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഇസ് നോമിനേറ്റഡ്. ഒരു രാജ്യത്തിൻ്റെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ നോമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മൊണാർക്കിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റിപ്പബ്ലിക് വരിക. ഇപ്പം UK അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത് കിങ് അല്ലെങ്കിൽ ക്വീൻ ആയിട്ട് ഒരു ഹെറിഡിറ്ററി ആയിട്ടാണ് പോകുന്നത്. നമ്മളുടെ രാജ്യത്ത് അങ്ങനെയാണോ? അല്ല. അതാണ് റിപ്പബ്ലിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ നേച്ചർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ വാക്കുകൾ കഴിഞ്ഞിട്ട് നൗ വി ആർ കമ്മിങ് ടു ഒബ്ജക്റ്റീവ്സ്. പിന്നെ പ്രിയാമ്പിളിൽ പറയുന്നത് ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടാണ്. ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി. എന്താണ് ഈ അല്ലെങ്കിൽ എന്താണ് ഈ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇപ്പോൾ ഇത്രയും മെനക്കെട്ട് നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ജസ്റ്റിസ് നടപ്പിലാക്കുക. ഓക്കെ, നീതി, അത് സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ, ഈ 3 തരത്തിലുള്ള നീതി നടപ്പിലാക്കുക. ഇക്വാലിറ്റി, എല്ലാ രീതിയിലും സ്റ്റേറ്റസിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസിലാണെങ്കിലും ആളുകൾക്ക് ഇക്വാലിറ്റി ഉറപ്പുവരുത്തുക. ലിബർട്ടി, ലിബർട്ടി എന്ന് പറയുമ്പം സ്വാതന്ത്ര്യം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, എല്ലാ രീതിയിലും ആ ഒരു ലിബർട്ടി കൊണ്ടുവരിക, സ്വാതന്ത്ര്യം കൊണ്ടുവരിക. നമ്മളുടെ തോട്ട്സിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളതും, നമ്മളുടെ ബിലീഫ്, ഫെയ്ത്ത്, എൻ്റെ വർഷിപ്പ്, ഞാൻ ഏത് റിലീജിയൻ വർഷിപ്പ് ചെയ്യണം, ഇതിലൊക്കെ ഫ്രീഡം, ലിബർട്ടി വേണം. ഫ്രറ്റേണിറ്റി, ബ്രദർഹുഡ്. ഓക്കെ, brotherhood assuring the dignity of the individual and the unity and integrity of the nation. ആ ഒരു സാഹോദര്യത്തിലൂടെ രാജ്യത്തിൻ്റെ ഐക്യം ഉറപ്പുവരുത്തി, യൂണിറ്റി ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി വാസ് ആഡഡ് ഇൻ 42nd അമെൻമെൻറ്റ്. ഓൾറൈറ്റ്, ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഭരണഘടന ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ വെൻ യു കം ടു പ്രിയാമ്പിൾ സ്പെസിഫിക്കലി, ഈ ജസ്റ്റിസ് ഉണ്ടല്ലോ, അപ്പം ഞാൻ നേരത്തെ നമ്മൾ ഇവിടെ പഠിച്ച ജസ്റ്റിസ്, ഓക്കെ, ഒബ്ജക്റ്റീവ്സിൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, അത് നമ്മൾ സോവിയറ്റ് യൂണിയൻ, റഷ്യ മുന്നേ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് വി ഹാവ് ബോറോഡ് ഇറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സ്ലോഗൻസ് ആയിരുന്നു അത്. വി ഹാവ് ബോറോഡ് ഇറ്റ് ഫ്രം ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, പിന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന സംഭവം തന്നെ, that introductory statement or the preamble, we borrowed it from the American Constitution. പിന്നെ ലാംഗ്വേജ്, ഈ ഒരു ഭാഷ, ആ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റൈൽ, വി ഹാവ് ബോറോഡ് ഇറ്റ് ഫ്രം ഓസ്ട്രേലിയ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ വി ഹാവ് ഗോട്ട് എ ലോട്ട് ഓഫ് ബോറോയിങ്സ്. ഈ ബോറോയിങ്സ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? വി ഹാവ് ബോറോഡ് ഇറ്റ് ഫ്രം ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ദ കൺട്രി. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഫുൾ കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് ആണോ? അല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കോൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ, പക്ഷേ അതിലെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 3 കേസ് ലോസുകളുണ്ട്. അതിന് മുന്നേ ഞാൻ ഒന്നും കൂടി ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പ്രിയാമ്പിളിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ പ്രിയാമ്പിൾ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതിൽ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ഒക്കെ, അല്ലേ? അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടാണ് പറയുന്നത്. സെക്യുലറിസത്തിന്
രാജ്യത്തിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആർട്ടിക്കിൾസിലുണ്ട്. 25 to 28 പറയുന്നുണ്ട്. ഭരണഘടനയിൽ റൈറ്റ് ടു റിലീജിയനെ പറ്റി വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രീഡത്തിനെ പറ്റി ആർട്ടിക്കിൾ 19 6 ടൈപ്സ് ഓഫ് ഫ്രീഡംസ് പറയുന്നുണ്ട്. ലിബർട്ടീനെ പറ്റി ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഡെപ്തിൽ പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രമേ പ്രിയാമ്പിളിൽ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ പഠിച്ചതിൽ എന്തൊക്കെയായിരുന്നു? പ്രിയാമ്പിളിൻ്റെ ഈ 4 ഓർഡറിലാണ് പോകുന്നത്. സോഴ്സ് എവിടെ നിന്നാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നേച്ചർ എങ്ങനെയാണെന്നുള്ളത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഈ 5 വാക്കിലൂടെയാണ് രാജ്യത്തിൻ്റെ നേച്ചർ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് എന്ന് പറയുന്നത്. നൗ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു അല്ലേ? ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ജസ്റ്റിസ്, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി. പിന്നെ ഒറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. നൗ നമുക്ക് കേസസ് നോക്കാം. 3 ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ് പ്രിയാമ്പിളിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അതിലൊന്നാമത്തത് ബറൂബാരി യൂണിയൻ അഡ്വൈസറി ഒപ്പീനിയൻ കേസ്. ഈ ഒരു കേസിൽ പ്രിയാമ്പിളിൻ്റെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് വെദർ പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ഭാഗം ആണോ പ്രിയാമ്പിൾ എന്നായിരുന്നു ചോദ്യം. ഇവിടെ കോടതി പറഞ്ഞത് പ്രിയാമ്പിൾ cannot be, അതായത് ഭാഗമല്ല. പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ്. പ്രിയാമ്പിൾ ഭാഗമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്നാണ് കോടതി ബറൂബാരി കേസിൽ പറഞ്ഞത്. നൗ വെൻ വി കം ടു കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, യു മൈറ്റ് ബി നോയിങ് ദിസ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇതേ ചോദ്യം കോടതിയുടെ മുന്നിൽ വന്നു, വെദർ പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു കേസിൽ കോർട്ട് പറഞ്ഞു മുന്നത്തെ ഒപ്പീനിയൻ റിവേഴ്സ് ചെയ്തു. ബറൂബാരിയിൽ പറഞ്ഞത് പ്രിയാമ്പിൾ ഭാഗമല്ല എന്നാണ്. പക്ഷേ കേശവാനന്ദ ഭാരതി കേസിൽ കോടതി പറഞ്ഞു റിവേഴ്സ് ദ ഒപ്പീനിയൻ ആൻഡ് സെഡ് ദാറ്റ് പ്രിയാമ്പിൾ ഈസ് എ പാർട്ട്. പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗം ആണ്, ഈസ്. ഓക്കെ, ഇതേ കാര്യം തന്നെ കോർട്ട് ഹാസ് റീഇൻസ്റ്റേറ്റഡ് ഇൻ LIC ഓഫ് ഇന്ത്യ കേസിൽ കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് എൻ ഇൻ്റഗ്രൽ പാർട്ട് എന്നുള്ളത്. Okay, so that is all about preamble. I hope you got an idea about it. So this is basically a gist, ഒരു essence ആണ്. ഭരണഘടനയിലെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി, ഒരു എസെൻസ് മാത്രമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദ ക്ലാസ് വാസ് ബെനിഫിഷ്യൽ ഫോർ യു. ഇതേപോലുള്ള ടോപ്പിക്സ് ആയിട്ട് സല ലോ ക്ലാസ്സസ് ഇനിയും വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ആൻഡ് വി ആർ ഓൾസോ പ്രൊവൈഡിങ് ക്രാഷ് കോഴ്സസ് ആൻഡ് കോഴ്സസ് ഫോർ all law subjects. So kindly contact me if you have any doubts or queries. Thank you.